ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സംഗീത് ലാൽ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാൻവിക്കയാണ്. അതിന് നമ്മൾ സാൻവിക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകാൻ പോകണം. അതിന്റെ ആ സ്ഥലം ഏതാണ്? അപ്പൊ സാൻവിക്കയുടെ റിഞ്ചും ഫസ്റ്റ് ടൈമാണ്, ചിറ്റന് ഫസ്റ്റ് ടൈമാണ്, അമ്മ ഫസ്റ്റ് ടൈമാണ്, എല്ലാവരും ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. അല്ല, ചേച്ചിയും ചേട്ടനൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു വർഷത്തെ കാത്തിരിന് ശേഷം ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് ബാക്കി എക്സ്പീരിയൻസ് പറയാം. റിഞ്ചു ത്രിൽഡ് ആണോ? എത്രത്തോളം ത്രിൽഡ് ആണ്? സോ മച്ച് ത്രിൽഡ് ആണല്ലേ? സോ മച്ച് എന്നൊരു കാണിക്കോ. സൺഗ്ലാസസ് സൂപ്പറാണ് കേട്ടോ, കൂളാണേ. എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണുള്ളത്? വണ്ടർലയിൽ ഏത് റൈഡിലാണ് അർജുന ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്? സ്ലൈഡ്സ് ആണല്ലേ ഇഷ്ടം? നമ്മുടെ തുറവൂര് മുതൽ അരൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള യാത്രാക്ലേശം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കണ്ടില്ലേ, ഈ ബീമുകളൊക്കെ പണിത് വരുന്നത് കൊണ്ട് രണ്ട് സൈഡിലുള്ള റോഡുകൾ വളരെ മോശമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഈസ് ഓഫ് ട്രാവലിംഗ് ഓർക്കുമ്പോൾ അതൊക്കെ എല്ലാവരും കണ്ണടക്കുക. എക്സൈറ്റഡ് ആണോ? എത്രത്തോളം? നമുക്കെപ്പോഴും പൂളിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നൈലോൺ ഡ്രസ്സസ് വേണം. അപ്പം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടർല എന്നൊക്കെ അടിച്ച ഒരു ടീഷർട്ടും ഒരു ചെറിയ പാൻസും അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടൊക്കെ നമുക്ക് മേടിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന മധ്യേ കുറേ കടകളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. വളരെ വില കുറച്ച് കിട്ടും. ഇവിടെ ആകുമ്പോൾ ഇത്രയോടെ വില കൂടും, പക്ഷേ സ്റ്റിൽ നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഇത് കയ്യിലിരിക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഒന്ന് മേടിച്ചാൽ ഇതുപോലെ വണ്ടർല എന്നൊക്കെ അടിച്ച ഡ്രസ്സ് കിട്ടി ഇതുപോലെ സന്തോഷത്തിലൊക്കെ നമുക്ക് നടക്കാം. ഇപ്പോൾ തന്നെ റിഞ്ചുവിൻ്റെ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇതിൻ്റെ പുറത്ത് വണ്ടർല എന്ന് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനിയിപ്പോൾ കുറേ നാൾ ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇവിടുത്തെ മെമ്മറീസൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കാം. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മേടിക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഇനി നിങ്ങളിവിടെ വരുമ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീൽ ചെയർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, എൻ്റെ അമ്മ വീൽ ചെയറിലാണ് വന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് വീൽ ചെയർ കിട്ടും എൻട്രി സ്ഥലത്തു നിന്ന്. അവിടെ ഒരു 100 രൂപ അടക്കണം. അത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഫുഡ് കോർട്ടാണ്. അത്യാവശ്യം എന്ത് തരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഒരു പഞ്ഞം ഉണ്ടാകത്തില്ല. അത്ര അധികം സ്റ്റാളുകളുണ്ട്, എന്ത് ഫുഡ് വേണമെങ്കിലും കിട്ടും. സാൻവിയും ചേട്ടനും ചേച്ചിയും കൂടി അവിടെ റൈഡിലേക്ക് കയറാൻ പോയ സമയത്ത് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങി. ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് നഗറ്റ്സ് മേടിച്ചു, കഴിച്ചു നോക്കി.
ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല നഗറ്റ്സ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ അമ്മ കഴിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈ നഗറ്റ്സ് അമ്മ കഴിച്ചു. എങ്ങനെയുണ്ട് റൈഡ്സ്? എൻജോയ് ചെയ്യണുണ്ടോ? ലോട്ട്സ് ഓഫ് സ്ലൈഡ്സ് ഉണ്ടല്ലേ. അങ്ങനെ വണ്ടർലായി വെച്ചിട്ട് നമ്മുടെ ഫോൺ ഓഫായിപ്പോയി. അതുകൊണ്ട് അത് ഇവിടുന്ന് ഇറങ്ങുന്ന വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ശേഷം നമ്മൾ പൊന്നുരുന്നിയിലുള്ള തക്കാരത്തിലെത്തിയിട്ടുണ്ട്. തക്കാരം കണ്ടോ? തക്കാരം റെസ്റ്റോറൻറ്റ് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇവിടുത്തെ ഫിഷ് തവ ഫ്രൈ ഒക്കെ വളരെ ഫേമസുമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും ചെയ്യും. ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ നല്ല സോഫ്റ്റ് അപ്പം, നല്ല മട്ടൻ കറി, നല്ല ഫിഷ് തവ ഫ്രൈ, ഇതൊക്കെ കൂട്ടി നല്ലൊരു പിടിപിടിക്കാൻ പോവുക. നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല മഴ മാത്രമല്ല, അരൂർ മുതൽ നമ്മുടെ തുറവൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. വണ്ടി ഇങ്ങനെ നിരങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വണ്ടർലയിലൊക്കെ പോയി തിരിച്ചെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും അകത്ത് കയറിപ്പോയി. സാൻവിക ഉറങ്ങിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് കിടന്ന് കളിക്കുമ്പം നമ്മളപ്പം ക്ഷീണം അറിയത്തില്ല, പക്ഷേ പിന്നീട് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാകും. അതുമാത്രമല്ല, പുള്ളി വന്ന വഴിക്ക് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് പുള്ളി ക്ഷീണിതയെ ഉറങ്ങുന്ന ഒരു വീഡിയോ അവസാനം കൊടുത്തേക്കാം. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2700 രൂപയോളാണ് ഒരാൾക്ക്, ഒരു അഡൽറ്റിന് കയറാൻ വേണ്ടി വരുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഏകദേശം 1700 രൂപയോളം വരും ഒരു കിഡിന് കയറാൻ. പിന്നെ നിങ്ങൾ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ എന്തൊക്കെയോ ഡിസ്കൗണ്ട്സൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നതായിരിക്കും ഏറ്റവും ലാഭകരം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും പേരുള്ളിൽ കയറി കഴിയുമ്പം കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം അവർ ഫുഡ് കോർട്ടിൽ കയറും. ചെറിയ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി അവിടെ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം കമ്പനിക്ക് പൈസ കിട്ടും. പക്ഷേ നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊന്നും അവർക്ക് കിട്ടില്ല. അപ്പം ഇത്രയും സ്റ്റാഫുണ്ട്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവരത്രയും പൈസ മേടിക്കുന്നതിൽ നമുക്ക് വലിയ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും പാവപ്പെട്ടവന് എഫേർട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാഫിൻ്റെ പെരുമാറ്റം അത്ര പൊളൈറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതുപോലൊരു സ്ഥലത്ത് ഉറപ്പായിട്ടും സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് വേണം നമ്മളെ വരവേൽക്കാൻ. അവർക്ക് ചിലപ്പോൾ അവിടെ വർക്കിൻ്റെ സ്ട്രെസ് ഉണ്ടാകും, സ്ട്രെയിൻ ഉണ്ടാകും, എന്തും ഉണ്ടാകാം. പക്ഷേ ഇച്ചിരി പൊളൈറ്റായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ വേണം എല്ലാവരെയും വെൽക്കം ചെയ്യാൻ. ഒരു വെൽക്കം സംഭവങ്ങളൊന്നും അവിടുന്ന് പല സ്റ്റാഫുകളുടെ അടുത്ത് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ചിരിച്ച 1-2 മുഖങ്ങൾ ഞാൻ ഏതായാലും വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. കുറച്ച് ക്ലീനിങ്ങിനൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ അത്യാവശ്യം നല്ല പെരുമാറ്റമായിരുന്നു. പിന്നെ അവിടെ ഉള്ള 1-2 സ്റ്റാഫിനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരൊക്കെ നന്നായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിന്നത്. അപ്പോൾ അവരൊരു വീഡിയോയും കൊടുത്തേക്കാം. അപ്പം നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ്. അതെന്താണെന്നുള്ളത് നാളെ പറയാം. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സംഗീത് ലാൽ. ഈ ചോക്ലേറ്റ് ഫൗണ്ടൻ്റെ പിന്നിൽ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പുള്ളിയെ ചോക്ലേറ്റ് പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പൊതുവേ അവിടുത്തെ സ്റ്റാഫിനൊന്നും ഇല്ലാത്തൊരു സംഭവം ഈ പുള്ളിയുടെ ഫേസിലുണ്ടായിരുന്നു. നല്ലൊരു സ്മൈല്, എല്ലാവരെയും ചിരിച്ച് നല്ലൊരു വെൽക്കമിങ് ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഈ പുള്ളിക്കാരൻ നൽകിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബാക്കിൽ നിൽക്കുന്ന ചേച്ചി.